എത്ര ബ്യൂട്ടിഫുൾ അറിയാം. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ യാത്രക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. നേരെ കാന്തല്ലൂരിൽ നിന്നും രാവിലെ ഇറങ്ങി അടിപൊളി കാഴ്ചകൾ കണ്ട് ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഹാപ്പി ആട്ടോ. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള മനോഹരമായ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ഏത് ഏരിയയിലും കമ്പം, തേനി ജില്ലയിലെ കമ്പം, സുർളി ഭാഗങ്ങളിൽ മുഴുവനും എല്ലാ ഗ്രാമീണരുടെയും പ്രധാനപ്പെട്ട തൊഴിലാണ് മുന്തിരി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ റയർ, രസകരമായ, ബ്യൂട്ടിഫുൾ ആയ കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പം തേനിയിലെ മുന്തിരിത്തോട്ടങ്ങളാണ് നമ്മുടെ ടാർഗറ്റ്. ഇത് കുറച്ച് യാത്ര ചെയ്യാൻ, ഇടയിൽ റെസ്റ്റ് എടുത്ത് ചായ കുടിച്ച് ഇങ്ങനെ കാഴ്ച കണ്ടു പോകുന്ന ആളുകൾക്ക് വളരെ മനോഹരമായ ഒരു യാത്രയാണ്. ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ ടീംസൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി സ്ഥലം, നാച്ചുറൽ ബ്യൂട്ടി അല്ലേ? ഹായ്, എന്താ സ്ഥിതി? വരച്ച് വെച്ച ഒരു രീതിക്കാണ് ഇത് കാണുമ്പോൾ നമ്മള് ഏതോ ഒരു ലോകത്തെത്തിയ. ഓക്കെ, എന്താ ഈ സ്ഥലങ്ങളുണ്ട്? അടിപൊളി. ഷിമോ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോവാത്തവർ കേട്ടോ കാന്തല്ലൂർ മൂന്നാർ റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത്രയധികം മനോഹരമാണ് ഈ പ്ലേസ് എന്ന് പറയുന്നത്. ഇതിലൂടെ വെറുതെ ഒരു ഡ്രൈവ് ചെയ്താൽ തന്നെ നമ്മൾ ഒരു കുറേ ദിവസത്തേക്കുള്ള എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓഹ്, എന്താ സച്ച് ആൻ അമേസിങ് പ്ലേസ്, ബ്യൂട്ടിഫുൾ. അതുകളെ ജക്രാന്ത പൂക്കൾ, മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഈ റോഡിൻ്റെ. ഓഹ്, വൈബ് തന്നെ. എന്താ സൂപ്പർ. പോവാ ബാബുട്ടേ, അടിപൊളിയാണ്. പിന്നെ ഒരു ഇളനീരും കയ്യിലുണ്ട്. പിന്നെ അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട് ഷാവേ? മൂന്നാറിൽ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബാക്കിൽ ഈ നട്ടുച്ച നേരം നല്ല കോട കണ്ടല്ലോ. നട്ടുച്ച നേരത്താണ് ഈ കോട ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു പ്രാവശ്യമെങ്കിലും യാത്ര നടത്തിയിരിക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ പോന്തവേല് കണ്ടാണ്. ഇത് മറ്റൊരു വ്യൂ പോയിന്റ് ആട്ടാ. ഇവിടെ ഒരുപാട് ആളുകളാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനും വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട് എന്നുള്ളതാണ്. ഉച്ച സമയത്ത് സിഗ്സാഗ് റോഡ് ഉണ്ടല്ലേ, എങ്ങനെ കയറിപ്പോന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ഉണ്ട് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ച കുറച്ച് വൈകിയാണെങ്കിലും ഇവിടെ താജ് ഹോട്ടലാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി 3 സൈഡും ഏലത്തോട്ടാട്ടാണ്. ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ്. താജ് ഹോട്ടലാണ്. പൂപ്പാറ എത്തുന്നതിന് മുന്നേ നമ്മൾ പൂപ്പാറയിൽ നിന്നല്ലേ ഈ റൂട്ടിലെ പിടിക്കണം അല്ലേ കമ്പത്തേക്ക്. ലൊക്കേഷൻ അനുസരിച്ചാ പോണം കേട്ടാ. നെടുങ്കണ്ടത്തിന് മുന്നേ അല്ലേ, നെടുങ്കണ്ടാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് ഇത്. കമ്പം മേട്ടില്ലേ, കമ്പയുടെ നേരെ ചുരം ഇറങ്ങാണ്. കമ്പത്തേക്ക് ചുരം ഇറങ്ങണം. അവിടെ ഒരു സെറ്റല്ലേ. പിന്നെ ഇത് നമ്മള് കമ്പെത്തുന്നതിന് മുന്നേ ഉള്ള എക്സ്ട്രീം ക്ലൈമറ്റ്. മൂന്നാറിൽ നിന്നും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചൂടാണ് ഭയങ്കര. പക്ഷെ അടിപൊളി വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് ഇവിടുത്തെ. രാവിലെ 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് കമ്പം. അവിടെ തന്നെ എന്തുണ്ട്, നമുക്ക് പ്രതീക്ഷ ഉണ്ട് അല്ലേ, മുന്തിരി ഫാം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അടിപൊളി അല്ലേ. ഇതന്നെ ഫുള്ള് കൃഷിയാട്ടോ. 21 കിലോമീറ്ററാണ് കുമളിക്ക്. ചുരുളിന്ന് ചുരം കയറിയാണ് കുമളി. ഇവിടെ ഇറങ്ങി കമ്പത്ത് ഇറങ്ങി മുന്തിരിത്തോട്ടം അപ്പുറത്തുണ്ട്. പക്ഷെ പെരും മഴ ഇല്ലാത്ത സ്ഥലമാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല മഴ. റിയാസേ, ഇത് പറ, ഇതെങ്ങനെയുണ്ട്? അടിപൊളി. മുന്തിരികളൊക്കെ കാഴ്ച നിൽക്കുന്നത് അല്ലേ, രസമില്ലേ? രസമുണ്ട്. ഓക്കെ, ഇതെന്താ സ്ഥിതി? നല്ലതാ. ഷിമോ, ഇത് പറയ്, ഇത് മുന്തിരി നേരെ ഫാം കണ്ടിട്ടുണ്ടോ? പറയ അഭിപ്രായം പറഞ്ഞോ. എങ്ങനെയുണ്ടാ? സെറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട് ഫിസിനെ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടി? സൂപ്പർ. കാണാൻ എന്താ കറുപ്പ് മുന്തിരികൾ ഇങ്ങനെ തൂക്കി നിക്കണല്ലോ, അതിങ്ങനെ ഓൾറെഡി ഇങ്ങനെ വളർന്ന് അടിപൊളിയല്ലേ? ഓട്ടെ, എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. നല്ല മഴ, മുന്തിരി കാഴ്ച കാണാൻ നല്ല രസം. ഇവിടെ പിന്നെ നല്ല മഴ കേട്ടോ. ഓട്ടെ, എന്താ ഇപ്പൊ ആളുകളോട് പറയാനുള്ളത്?
ഇന്നത്തെ ഒരു കുറഞ്ഞ മണിക്കൂർ കൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് തോട്ടങ്ങള് അതുപോലെ നല്ല വ്യൂ പോയിന്റുകള് വാട്ടർഫാൾസ് അടിപൊളി. എടാ മുന്തിരി മേടിച്ചായിരുന്നു. ഹായ് ഹായ്, അടിപൊളിയല്ലേ? അതെന്താ മുന്തിരി അല്ലേ? ഏയ് വാ, ഫാം ഫ്രഷാ? ഫാം ഫ്രഷ്. ഏതായാലും കമ്പത്ത് വെച്ച് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും പേരെന്തായിരുന്നു? നവാസ് ഭായ്. എവിടെ വീട്? ഉക്കുമളി.